ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പതിവില്ലാതെ ഇന്ന് നമ്മൾ വിഷ്ണു ചേട്ടനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വിഷ്ണു ചേട്ടന് നമ്മളൊരു ചെറിയ മേക്ക് ഓവർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഭയങ്കരമായിട്ടുള്ളൊരു ചൂടാണ്, നിൽക്കാൻ വയ്യ. പ്രത്യേകിച്ച് വെളിയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് വിഷ്ണു ചേട്ടൻ്റെ മുഖം നോക്കിയാൽ അറിയാം, നല്ലപോലെ സൺ ടാൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാൻ മുടി വളർത്താനെന്നൊക്കെ പറഞ്ഞിട്ട് മുടി വളർത്തിയൊക്കെ ആയി, ഒത്തിരി അങ്ങ് മുടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ നേരത്തെ നമ്മൾ മുടി വെട്ടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ 7 അടിക്കാൻ പോവുക തലയിൽ. അപ്പോൾ 7 എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ലാസ്റ്റിലത് 7 മാറി 8ഓ 10ഓ ആകുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മുടി കട്ട് ചെയ്ത്, അതേപോലെ തന്നെ മുഖത്ത് ചെറിയൊരു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു പാക്കും കൂടി ഇട്ട് നമ്മൾ വിഷ്ണു ചേട്ടനെ ഒന്ന് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ജോലിക്ക് ഇങ്ങനെ വെളിയിൽ നിന്ന് ജോലി ചെയ്യുമായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല, ഇപ്പോൾ ഈ ഒരു ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് തല നന്നായിട്ട് വീർക്കും. പിന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതേപോലെ തന്നെ ചൂട് കുരു ദേഹത്ത്, ഈ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടല്ലേ നമ്മൾ ഈ ഇത്ര വെയിലത്തായാലും ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിഷ്ണുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, മുടിയൊക്കെ വളർത്തിയത് മതി, നമുക്കിനി ഈ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ. അതിനോടൊപ്പം തന്നെ ആ മുഖത്ത്, ആ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമായതുകൊണ്ട് നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ മാറ്റാനുള്ള സമയമുണ്ട്. അപ്പോൾ ജോലിക്ക് പോകുന്നവരാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞായറാഴ്ചകളിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ മുഖത്തെ വൈറ്റ് ഹെഡ്സൊക്കെ മാറ്റണം. അപ്പോൾ നല്ലൊരു സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ മുടി വെട്ടിയിട്ട് മൊത്തത്തിൽ നമ്മൾ ചീപ്പും കത്രികയും കൊണ്ട് മാത്രമാണ്. ഈ പ്രാവശ്യം നമ്മൾ ഡ്രിമ്മറിലാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഡ്രിമ്മർ വെച്ചിട്ട് നേരത്തെ ഞാൻ മുടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് വിഷ്ണു ചേട്ടൻ്റെ. അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ ഇരയെന്ന് പറയുന്നത് അച്ഛനായിരുന്നു. അച്ഛൻ്റെ സ്ഥിരമായിട്ട് മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ അച്ഛന് പ്രത്യേകിച്ച് സ്റ്റൈലൊന്നും വേണ്ടല്ലോ, നോർമലി മുടി ഒന്ന് കുറച്ചാൽ മതി, പറ്റിയടിക്കുന്ന പോലെ കുറച്ചാൽ മതി. പക്ഷേ ഇവിടെ ഇവർ സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റിൽ ആദ്യമായിട്ട് വിഷ്ണു ചേട്ടൻ്റെ മുടി വെട്ടുന്നത് അറിയാമോ. പിന്നെ പിന്നെ ഞാനാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്കാണെങ്കിൽ അച്ഛന്മാരുടെയൊക്കെ കൂട്ട് പറ്റിയടിച്ചതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ടല്ലോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 7 ഒക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു മുടി ഒന്ന് കയറിപ്പോയി, ഇത്രയൊന്നും വേണ്ടായിരുന്നെന്നോ. പിന്നെ ഞാൻ സമാധാനിപ്പിച്ച് ഏകദേശമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ താടിയും നല്ല അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുരുകമൊക്കെ ട്രിം ചെയ്യുന്നത് പോലെ ബ്ലേഡിൻ്റെ പകുതിയുടെ പകുതി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പുരുക എടുക്കുന്ന പോലെ തന്നെ താടിയും അതേപോലെ തന്നെ ആ ഒരു കവിളിലുള്ള ചെറിയ ചെറിയ രോമങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ്. ഇനി മെയിനായിട്ട് തന്നെ ഈ പുറകിലുള്ള ഈ കുടുമയാണ് നമ്മളെടുത്ത് കളയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആശാൻ കുറേ നാളായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വളർത്താൻ. പക്ഷേ ഇപ്പോൾ ചൂടല്ലേ, ഭയങ്കരമായിട്ട് അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത് വെട്ടിക്കളയാം, വെട്ടിയാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് വെട്ടിക്കളഞ്ഞ്, അയ്യോ വെട്ടിക്കളഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സമാധാനം, എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു. അവസാനം നമ്മൾ അത്രയും ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും മുടി നിൽക്കുകയാണ്. നമ്മൾ ആ പുറവശവും കൂടി ഏകദേശമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം മുടി വെട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആശാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ദേഹം മൊത്തം മുടിയായതുകൊണ്ട് കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കുവാണ്. നമ്മൾ ഫസ്റ്റ് സ്ക്രബിങ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ കുറച്ച് കാപ്പിപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാപ്പിപ്പൊടിയും അതേപോലെ തന്നെ പഞ്ചസാരയും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാൻ നമുക്ക് വേണമെങ്കിൽ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്യാം, തേനിൽ, എന്തുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ നമ്മുടെ വെള്ളമാണ് എടുക്കുന്നത്. വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നല്ലപോലെ, ഇത് അടിപൊളി സാധനമാണ്, നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത്, നമ്മുടെ സ്കിന്നിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം, ഭയങ്കര റഫായിട്ടിരിക്കും. നമ്മൾ ജോലിക്കൊക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ദിവസം ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ സ്കിന്ന് നല്ല റഫായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്ക്രബ്ബ് തേച്ചിട്ട് നല്ലപോലെ മുഖത്ത് നല്ലതായിട്ട് സ്ക്രബ്ബ്, നല്ല അമർത്തി തേക്കരുത്, പഞ്ചസാര ഉണ്ടായിട്ട് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പോറലുകളുണ്ടാവും. അപ്പം ഒരു മയത്തിലൊക്കെ സ്ക്രബ്ബ് ചെയ്തെടുക്കുക. സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്കിനും അടിപൊളി എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ആ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആദ്യത്തെ ആ വീഡിയോയിൽ നോക്കിയാൽ അറിയാം, നല്ലപോലെ വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതേ കാപ്പിപ്പൊടി തന്നെ നമ്മുടെ തക്കാളിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്കുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളിക്കകത്ത് ഇതേപോലെ കാപ്പിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് മുഖത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഉണങ്ങുന്നിടം വരെ ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോഴത്തേക്കിനും ഇത് ഉണങ്ങും. അപ്പോൾ അതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്ക്രബിങ്ങും അതേപോലെ തന്നെ
പാക്ക് എന്നൊന്നും പറയാനില്ല. ജസ്റ്റ് നമ്മൾ ഈ തക്കാളിയും കാപ്പിപ്പൊടിയും കൂടെ അപ്ലൈ ചെയ്തും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു കുഞ്ഞ് മിനി പാർലർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ സെറ്റപ്പൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ വിഷ്ണു ചേട്ടന് വന്ന മാറ്റം എന്ന് പറയുമ്പം ഭയങ്കരമാണ് കേട്ടോ. കഴുത്തിലൊക്കെ ഭയങ്കരമായിട്ട് സൺ ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കൂടി തേച്ചു. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എല്ലാവരെയും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. കാരണം വിഷ്ണു ചേട്ടൻ്റെ ആ ഒരു മുടി കളയുമ്പോൾ തന്നെ മുഖത്തിന് നല്ല വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം. കണ്ട എൻ്റെ സെവനൊക്കെ നിൽക്കുന്നുണ്ട്. ഏകദേശം സെവനൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു ബ്യൂട്ടി പാർലർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.